നമസ്കാരം. മനുഷ്യത്വം കൈകോർത്തൊരു മഹാലക്ഷ്യം നിറവേറ്റിയ പകലാണിത്. മലയാളി ലോകത്തിന് മുന്നിൽ വീണ്ടും നന്മയുടെ വിസ്മയം തീർത്ത ഒരു വാർത്താ പകൽ. വധശിക്ഷ കാത്ത് സൗദി ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീം ഇനി മരണഭീതിയില്ലാതെ ഉറങ്ങും. ഒരു നാടൊന്നാകെ കൈകോർത്ത് കൂടെയുള്ള ഒരു സഹോദരന്റെ മോചനത്തിനായി സമാഹരിച്ചത് 34 കോടി രൂപയാണ്. നമ്മളിൽ പലർക്കും സ്വപ്ന ദൂരത്തിനും അപ്പുറമുള്ള തുക സമാഹരിക്കാൻ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രയത്നിച്ചവർ ഏറെയുണ്ട്. സൗദി കുടുംബത്തിന് തുക നൽകാൻ നിർദ്ദേശിച്ചിരുന്ന അന്തിമ ദിവസത്തിനും 2 ദിവസം ശേഷിക്കെയാണ് 34 കോടി രൂപ ലോക മലയാളികൾ സമാഹരിച്ചത്. ലോക മനസാക്ഷിയോട് ഒന്നുകൂടി വിളിച്ചു പറയുന്നുണ്ട് മലയാളി. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയുമല്ല, ജാതിമത വർഗവർണ്ണ ഭേദമന്യേ കൂട്ടത്തിലൊരുവന്റെ ജീവനായി കൈകോർത്ത് നിന്ന മഹാലക്ഷ്യം വിജയത്തിലേക്ക് എത്തിച്ച സ്നേഹത്തിന്റെ കഥയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അബ്ദുൾ റഹീമിനായി നാടൊന്നിച്ചു. സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടി രൂപ സമാഹരിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയായി. 30 കോടി രൂപ ലഭിച്ചതിന് പിന്നാലെ 3 മണിയോടെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം നിർത്തിവെച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നതോടെയാണ് ദിവസങ്ങൾക്കകം 34 കോടി എന്ന വലിയ തുകയിലേക്ക് എത്താനായത്. എല്ലാവർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീമിന്റെ മാതാവ് പ്രതികരിച്ചു. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടിയോട് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടിത്തരഞ്ഞതിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി. ശുക്ർ തന്നെ. ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അൽഹംദുലില്ലാ എല്ലാവരോടും ശുക്ർ ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ർ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇത്ര മാത്രം മതി. ഇനി തുക അയക്കേണ്ടതില്ലെന്നും പൂർത്തിയായത് അഭിമാന ദൗത്യമെന്നും ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. എങ്ങനെ നമ്മൾ ഈ സംഖ്യയിലേക്ക് എത്താൻ പറ്റും? ഇതൊരു വലിയ തുകയാണല്ലോ എന്ന് പറയുകയും ഇല്ല, നമ്മൾ മലയാളികൾക്ക് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യാൻ കഴിയും, നമുക്കത് തെളിയിക്കണം എന്ന് പറഞ്ഞ് ഒരു പറ്റം ആളുകൾ മുന്നിട്ടിറങ്ങുകയും അതുപ്രകാരം ഞാൻ ശ്രീകണ്ഠൻ നായരെ വിളിച്ചിട്ട് ഇത് ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതൊരു പ്രത്യേക കർമ്മമായിട്ട് ഏറ്റെടുത്ത് ഓരോ ബുള്ളറ്റിലും ഇതിന് പ്രത്യേകം സമയം കൊടുത്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇതിൽ പങ്കാളികൾ ആക്കാൻ നമ്മളാൽ കഴിയുന്ന ചെയ്യണമെന്ന് പറയുന്നതനുസരിച്ച് ശ്രീകണ്ഠൻ നായർ അതിനെ ഏറ്റെടുക്കുകയായിരുന്നു. 34 കോടിയാണ് വേണ്ടത്. ഏകദേശം ആ പൈസ എത്തിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇതിനെന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എല്ലാവരും കൂടി ബാക്കി ചേർത്ത് അതിനെ തികക്കാം. വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷും ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ സുരേഷിലേക്കാണ്. രാഹുൽ, അങ്ങനെ കേരളത്തിന്റെ കൂട്ടായ്മയുടെ, മലയാളിയുടെ കൂട്ടായ്മയുടെ ഒരു വിജയം കൂടി കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ. ഉന്മേഷ്, ഈ വാർത്ത അവതരിപ്പിക്കുന്ന ഉന്മേഷും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഞാനും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും എല്ലാം ദ റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളോട് കൂടെയുള്ളത് ഇപ്പോൾ റഹീമിന്റെ ഉമ്മയാണ്. ഉമ്മയ്ക്ക് നോമ്പ് തുറക്കണം. ചെറിയ പെരുന്നാൾ കഴിഞ്ഞെങ്കിലും ഉമ്മ തൻ്റെ മകൻ തിരിച്ചു വരുന്നത് കാത്ത് ഇപ്പോഴും നോമ്പ് നോക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് നോക്കാനുള്ള സമയം ഉടൻ തന്നെ ആകും. അതുകൊണ്ട് വേഗം ഉമ്മയുടെ പ്രതികരണം എടുത്തു പോവുകയാണ്. ഉമ്മ, ഈ 34 കോടി രൂപ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അവസാന നിമിഷം മകന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, നോമ്പ് തുറക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് പറയാനുള്ളത്? എൻ്റെ മോനെ അവിടെ നോമ്പ് വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളെ തേട്ട കബൂൽ ചെയ്തെന്നുള്ള യാതിയിലുള്ള തേട്ടമാണ് ഞങ്ങളെടുത്തുണ്ട്. ഇത്രയും തുകങ്ങളൊക്കെ ശേഖരിച്ച് തന്ന് ഓന് പുറത്താക്കി. ഞാൻ മോന് ഇവിടെ വന്ന് എൻ്റെ അമ്മാന്ന് വിളിച്ച് കണ്ടാലും എനിക്ക് സമാധാനമുണ്ട്. അത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നന്ദി, എല്ലാവരോടും നന്ദി. ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താണ് ഉമ്മ ഇങ്ങനെ നോമ്പുമായി മുന്നോട്ട് പോകുന്നത്? അത് ഞങ്ങളിതിൽ പറഞ്ഞതാണ്. 6 നോമ്പും കൂടി ഉണ്ട്. കഴിഞ്ഞ 6 കഴിയാതെ 2 നിർത്താൻ പോയി. കഴിയുന്നില്ല. ഞങ്ങളോടൊക്കെ നിങ്ങളെ ചിലരൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാം. ഇന്നത്തെയും വരെ നിർത്താൻ പോകാം. വലിയ വെള്ളം മക്കളെ വർത്താനം പറയാൻ കഴിയില്ല. അബ്ദുറഹീമിനെ അറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000-കണക്കിന് അങ്ങനെ ആളുകളെല്ലാവരും ഒത്തൊരുമിച്ചു പൈസ നൽകി. അപ്പോൾ എന്താണ് അവരോടൊക്കെ പറയാനുള്ള അവസാനമായിട്ട്? ഇങ്ങനെ ഒക്കെ തന്നെ അവരോടൊക്കെ നന്ദി പറയാൻ എനിക്ക് നാവ് ഒന്നുമില്ല. അപ്പോൾ ഇനി നാളെ നോമ്പ് നോൽക്കൂലാക്കി പറയാനോ ഒലിഞ്ഞ് വന്ന അതേമാതിരി സഹകരിക്കണ്ടേ. ഇതിലുള്ള അള്ളാഹു തരട്ടെ. ഇവിടെ നോമ്പ് പിന്നെ നോൽക്കാനും അള്ളാഹു തരട്ടെ. ഈ 2 നിർത്താൻ പോകാൻ ഈ വെള്ളമില്ല, കഴിയണില്ല. അവൻ തരട്ടെ.
തീർച്ചയായിട്ടും ഉമ്മ നോമ്പിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന ചടങ്ങുകളിലേക്ക് നോമ്പ് തുറക്കുന്ന അതെ ഉമ്മയ്ക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നോമ്പ് തുറക്കുന്നതിനേക്കാൾ ഉപരി വലിയ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. തൻ്റെ മകന് വേണ്ടി 18 വർഷമായി ഉമ്മ കാത്തിരിക്കുകയാണ്. അതിനൊരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു 34 കോടി രൂപ ഇത്രയും ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ അത് എല്ലാവരും, സുമനസ്സുള്ള എല്ലാവരും, ലക്ഷക്കണക്കിന്, അതായത് കോഴിക്കോട് എന്നല്ല, കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, അങ്ങനെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കൈകോർത്തതോടെയാണ് 34 കോടി രൂപ എന്ന ബ്ലഡ് മണി കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനിയും 3 ദിവസം ബാക്കി നിൽക്കുന്നുണ്ട്. ആ 3 ദിവസം ബാക്കി നിൽക്കുകയാണ് ഈ പണം കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലുള്ള സന്തോഷം എല്ലാവരും തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഈ കുടുംബാംഗങ്ങളുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. എന്താണ് ഈ കുടുംബാംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന്? നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ഇളം പുഞ്ചിരിയോട് കൂടി നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടുകാരാണ്, ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കാണുന്നതൊക്കെ. നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ഒരു ഇളം പുഞ്ചിരി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ലോക സുമനസ്സുകൾക്ക് നമ്മളെ 1000 നന്ദിയുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മളെ സഹായിച്ച എല്ലാവർക്കും, ഈ ചാനലിനും, ഈ ചാനൽ എല്ലാ ദിവസവും ഞങ്ങളെ വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ട് പുറത്തേക്ക് ലൈവ് കാണിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിനെയും ഈ വ്യക്തികളെയും നമ്മൾ ഒരിക്കലും മറക്കൂല. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ വന്നപ്പോഴും ഉമ്മ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ അത് ആ കരച്ചിൽ മാറിയാണ് ഇപ്പോഴും പുഞ്ചിരി ആയിരിക്കുന്നത്. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് എന്താണ് ഈ ഘട്ടത്തിൽ എല്ലാവരോടുമായി പറയാനുള്ളത്? ഉന്മേഷ്, ഇന്നത്തെ നോമ്പ് തുറക്കുന്ന ആ സമയമായിരിക്കുന്നു. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ഉമ്മ ചെറിയ പെരുന്നാൾ കഴിഞ്ഞെങ്കിലും നോമ്പിലാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഒന്നാകെ കൈകോർത്തപ്പോൾ അബ്ദുറഹീമിന്റെ മോചനത്തിന് വഴി തെളിഞ്ഞിരിക്കുന്ന 34 കോടി രൂപയാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സമാഹരിച്ചത്. ഇനി 3 ദിവസം കൂടി ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ തുക സൗദി കുടുംബത്തിന് നൽകുന്നതിന് വേണ്ടി. അതിന് മുൻപ് തന്നെ ഇപ്പോൾ തുക സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ത്യൻ എംബസി വഴി ഈ തുക സൗദി കുടുംബത്തിന് കൈമാറേണ്ടതുണ്ട്. അതിന് തൊട്ടുപിന്നാലെ ജയിൽ മോചനം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 17 വർഷമായി അദ്ദേഹം തടവിൽ കഴിയുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. രാഹുൽ സുരേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാഹുൽ, ഇനിയും ഉള്ള നടപടിക്രമങ്ങളൊക്കെ അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? ഈ തുക സൗദി കുടുംബത്തിന് കൈമാറേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ മോചനം ഉടനടി സാധ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് രാഹുൽ? ഈ തുക, അതായത് 34 കോടി രൂപ എന്തായാലും ഉടൻ ഇത് എംബസിയുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും സൗദി ഭരണാധികാരികൾക്ക് കൈമാറുക. അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇവിടെയും ഇവിടുത്തെ സഹായനിധി കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ സൗദിയിലുള്ള കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകീയ സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആലുങ്കൽ മുഹമ്മദിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. സൗദിയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലഡ് മണി ഇനി നൽകേണ്ടത് ഈ കുടുംബത്തിനാണ്. അത് കോടതി വഴിയായിരിക്കും കൈമാറുക. അതിനുശേഷം ഈ പണം അവർക്ക് ലഭിച്ച ശേഷമായിരിക്കും അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാവുക. പരമാവധി 1 മാസത്തിനുള്ളിൽ തന്നെ ഈ മോചനം, അതായത് അബ്ദുറഹീമിന് കോഴിക്കോട് ഈ ഫറൂഖിലുള്ള ഈ വീട്ടിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ചെറുപ്പമെന്നോ വലുപ്പമെന്നോ അങ്ങനെ ഒന്നുമില്ല. ചെറിയവരും വലിയവരുമായ എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അബ്ദുറഹീമിനെ ചിലപ്പോൾ കുട്ടി ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഈ വിഷമമെല്ലാം ഇവരിലൂടെയൊക്കെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? വളരെയേറെ സന്തോഷമുണ്ട്. മറ്റേ ഇനി വലിയ പെരുന്നാളിന് മുമ്പേ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. വലിയ പെരുന്നാളിന് മുമ്പ് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വൈകിയ വേളയിലും ഇനിയെങ്കിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ സഹോദരനുള്ളത്. പറയുകയാണെങ്കിൽ ഇവൻ രാവിലെ 6 മണിക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കും. വൈകുന്നേരം 6 മണി വരെ ഇവിടെ ഉണ്ടാവും. ഓരോ ആളുകൾ 100, 500, 1000 ആയിട്ട് വരുമ്പോൾ അത് റെസീറ്റ് എഴുതി കൊടുക്കാൻ ഈ പാവം സഹോദരൻ തന്നെ പറയാം. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും രാവും പകലില്ലാതെ പള്ളികളിലും ബീച്ചുകളിലും മൊത്തം പിരിവ് നടത്തിയിട്ട് നമ്മളെ റഹീമിന് വേണ്ടി ഫണ്ട് കിട്ടിയതിന് ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളോടും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് 24 ചാനൽ അന്ന് മുതൽ ഈ നാട്ടിൽ മുഴുവൻ വന്നുകാണ്ട് എല്ലാ വീഡിയോ ലൈവ് എടുത്തിട്ടും നാട്ടുകാർ ലോകത്ത് മൊത്തം അറിയിച്ചതും 1000 നന്ദി 24 നൽകുകയാണ് ഈ അവസരത്തിൽ.
റഹീമിന്റെ കുടുംബാംഗങ്ങൾ കൂടി കൂടുതൽ ആളുകളുണ്ട്. നമുക്ക് ആദ്യം എന്താണ് പേരെന്നോ ആരാണെന്നോ എനിക്കറിയില്ല. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഈ വിവരങ്ങൾ ശേഖരിക്കാനായി ഈ ഇട്ട് വരുമ്പോഴും ഈക്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമുക്ക് 34 കോടി രൂപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. പിന്നെ ഈ അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ അതുപോലെ ലോക മലയാളികളോട്, അതുപോലെ തന്നെ മറ്റ് മീഡിയകൾ, പിന്നെ അത് നമുക്ക് വേണ്ടി സഹകരിച്ച മുഴുവൻ എങ്ങനെയൊക്കെ വ്യക്തികളുടെ അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അത് നമ്മൾ ഒരിക്കലും ഇത് എത്തിപ്പെടും എന്ന് വിചാരിക്കാത്ത ഒരു സംഖ്യ, അത് കേരളത്തിലെ മലയാളി സുമനസ്സുകളും അത് ജാതി മതഭേദമന്യേ എല്ലാവരും കൈകോർത്ത് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ റഹീമിൻ്റെ തിരിച്ചുവരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വാർഡ് റൂം, നമ്മുടെ ടീം, സോഷ്യൽ മീഡിയ ടീം, അത് അഹോരാത്രം പ്രവർത്തിച്ച് ബാങ്കിലായിട്ടും മറ്റതൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അതുപോലെ തന്നെ നമ്മൾ സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പ്രത്യേകം ഉണർത്തുകയാണ്. നന്ദി അല്ലാതെ പറയാനില്ല. ഇതാണ് നമ്മളെ റിയൽ കേരള സ്റ്റോറി എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ പൈസ നൽകിയത്, അതായത് പണമായി കയ്യിലെടുക്കാനില്ലാത്ത ആളുകൾ സ്വന്തം വീട്ടിലെ വളർത്തുമൃഗങ്ങളെ വിറ്റ ശേഷം ആ പണം വരെ ഇതിലേക്ക് നൽകിയിട്ടുണ്ട്. നമ്മളുടെ യൂട്യൂബ് കമന്റുകളിൽ പലപ്പോഴും ആളുകൾ പറയുന്നത് എൻ്റെ കയ്യിൽ പണം എടുക്കാനില്ല, പക്ഷേ എൻ്റെ ഉപജീവന മാർഗമായ ആടിനെ വിറ്റ് ആ പണം ഞാൻ അബ്ദുറഹീമിന്റെ സഹായ നിധിയിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ വിവിധ ആളുകൾ വിവിധ ഇടങ്ങളിലുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഈ സഹായ നിധിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 3 ചെറുപ്പക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവര് മലപ്പുറം പത്തനാപുരത്ത് നിന്ന് വന്നേക്കുന്നതാണ്. 3 പേരാണ്. അവർ 80,000 രൂപയാണ് ഈ റഹീമിന്റെ സഹായ നിധിയിലേക്ക് കൈമാറിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പണം ശേഖരിച്ചതെന്നും എങ്ങനെയാണ് കൈമാറിയതെന്നും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ പണം കൈമാറിയത്? നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ 80,000 രൂപ അടുത്ത് ഇവർക്ക് കൈമാറിയിട്ടുള്ളത്? ഞങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ ഇന്നലെ ഞങ്ങളൊരു പ്ലാറ്റിനി, അപ്പോൾ ഞങ്ങളെല്ലാവരും ചങ്ങാമാരെല്ലാവരും കൂടിയായിട്ട് നാട്ടുകാരെല്ലാവരും ഉണ്ട്. നല്ലൊരു ഇതന്നെ കിരണ ക്ലബ്ബിന് ഞങ്ങളെ മുൻഗണന. ഞങ്ങൾ ജനിച്ചനായിട്ട് മുന്നേ തന്നെ ഉണ്ട് ഈ ക്ലബ്ബ്. നല്ലൊരു സപ്പോർട്ടേനി. എല്ലാവരും കൂടിയായിട്ട് ഞങ്ങൾ 2 മണിക്കൂർ ആകെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിന് ഫണ്ടിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ഞങ്ങളത് നിർത്തി. അപ്പോൾ എല്ലാവരും ഉണ്ടായി. ഞങ്ങൾ നാട്ടിലല്ല കാക്കൊക്കെ ഉണ്ടായി, മുൻഗണനയായിട്ട് എല്ലാവരും ഉണ്ടായിന്. അങ്ങനെ എല്ലാവരും ചെക്കന്മാരെല്ലാവരും കൂടി തീർച്ചയായിട്ടും അവൻ പറഞ്ഞ പോലെ തന്നെ അവധിക്കാലമാണ്. അവധിക്കാലത്ത് എല്ലാ ചെറുപ്പക്കാരും കൂടി ഒന്നു ചേർന്നിട്ട് നാട്ടിലുള്ള ആളുകളുടെ മുന്നിലെത്തി സ്വകാര്യ ബസ്സുകളിൽ കയറി അങ്ങനെ അവർ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിലാണ് ഏതാണ്ട് 78,000-ലധികം 80,000 രൂപ ഇവിടെ എത്തിയത്. അവൻ പറഞ്ഞ പോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അവർ ഈ വിവരം അറിയുന്നത്. അതായത് റഹീമിന് ഇനിയും പണം ആവശ്യമുണ്ടെന്ന കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ അബ്ദുറഹീമിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും കാത്തിരുന്ന ആ നിമിഷം ഉടൻ തന്നെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. 18 വർഷങ്ങൾക്ക് ശേഷം അബ്ദുറഹീം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അബ്ദുറഹീമിന്റെ കുടുംബം, സുഹൃത്തുക്കൾ, അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവരും ഉള്ളത്. ഉന്മേഷ്. ശരി, രാഹുൽ സുരേഷാണ് ഇപ്പോൾ അബ്ദുറഹീമിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നാടിന്റെ കൂട്ടായ്മയുടെ വിജയ ഗാഥയാണ് കണ്ടത്. ഇടവേളയിലേക്ക്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. ഒടുവിൽ ആനയ്ക്ക് രക്ഷ. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെ കിണറ്റിൽ വീണ കാട്ടാനയെ നീണ്ട 15 മണിക്കൂർ നേരത്തെ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കരകയറ്റിയത്. നാട്ടുകാരുടെയും സ്ഥലം ഉടമയുടെയും എതിർപ്പിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. കാട്ടാനയെ മൈക്ക് വെടിവെക്കാത്തതിൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ച JCB വിട്ടു നൽകില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആന ജനവാസ മേഖലയിലേക്കാണ് പോയത് എന്നാണ് ഇവരുടെ ആരോപണം. ഇനി എന്ത് ചെയ്യുന്നു അറിയില്ല. എല്ലാവർക്കും ഇവിടുന്ന് ഒരു 100-150 വീടുകളുണ്ട്. ആ വീടുകൾ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തമില്ല. അവരോട് പണ്ട് ഞങ്ങൾ പണിയെടുത്തെന്ന് പറഞ്ഞ മഴയുടെ സമയത്ത് അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? ഞങ്ങൾക്ക് ചെയ്ത് ഡിമാൻഡ് അംഗീകരിച്ചാണ് അവർ ഈ പണി ചെയ്തത്. മറ്റുള്ള ജനങ്ങളുടെ ജീവനും കൂടി നമ്മൾ നോക്കണ്ടേ? അവർ പരാതി കൊണ്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോകും? ഇവരെന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു? ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോട് വരട്ടെ, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ബാക്കി ചെയ്തോളൂ. അവർക്ക് അവിടെ മുതൽ രക്ഷിച്ചാൽ മതി. ഇത്രയും ജനങ്ങളെ എല്ലാവർക്കും രക്ഷിക്കണ്ടേ? ആ ആനയെ രക്ഷിക്കാൻ മാത്രമേ അവർക്കുള്ളൂ.
ഈ ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോയിട്ട് ലോറി കയറ്റി കൊണ്ടുപോയി ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് വനത്തിൽ കൊണ്ട് വിടുന്നല്ലേ പറഞ്ഞിരുന്നത്. ഈ കിണർ ശുദ്ധീകരിച്ച് PWD എഞ്ചിനീയർ വന്ന അളവെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പണികളും ചെയ്ത് ക്ലിയറാക്കാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കുക, 1 മാസം കഴിഞ്ഞ് നിങ്ങൾ മീഡിയക്കാരോട് വന്ന് നോക്കിക്കോ, ഈ കിണർ ഇതേ കിടപ്പുണ്ടാവും. വിനീത വിജിയുണ്ട് കൊച്ചിയിൽ നിന്ന്. വിനീത, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം, അതിനിടയിലും നാട്ടുകാരുടെ പ്രതിഷേധം, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുമുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ നീണ്ട 15 മണിക്കൂർ നീണ്ട ദൗത്യം, അതിനൊടുവിലാണ് ആനയെ ഇപ്പോൾ ഈ കിണറിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ പുലർച്ചെ മുതൽ തന്നെ പ്രദേശവാസികൾ അവർക്കുള്ള ചില ആവശ്യങ്ങൾ അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പ് നൽകുകയും ഒപ്പം തന്നെ ആനയെ മയക്കുവെടി വെച്ച് ഈ വനവാസ മേഖലയിലേക്ക് മാറ്റാമെന്ന്, ഈ ജനവാസ മേഖലയിൽ നിന്ന് വനത്തിനുള്ളിലേക്ക് മാറ്റാമെന്നുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ അധികൃതർ ഉറപ്പ് നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാരുൾപ്പെടെ ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിനും മറ്റുമായി സഹകരണവുമായി രംഗത്തെത്തിയിരുന്നത്. പക്ഷെ പിന്നീട് കോതമംഗലത്തൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. ഈ മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ JCB ഉപയോഗിച്ചുകൊണ്ട് ആനയ്ക്ക് കരയ്ക്ക് കയറുന്നതിനുള്ള വഴി അധികൃതർ ഒരുക്കി നൽകുകയായിരുന്നു. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനീത, ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഇടപെട്ടത്. 15 മണിക്കൂർ എടുത്തു ആനയെ ആ കിണറ്റിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടി. ആനയെ മയക്ക് വെടി വെച്ച് ജനവാസ മേഖലയിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി വിടണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതൊന്നും നടപ്പിലാക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, പറയൂ. തീർച്ചയായും ഉന്മേഷ്, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാട്ടാനയുടെ പേടി കൂടാതെ തങ്ങൾക്ക് ഇവിടെ കഴിയണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കിണറ്റിൽ വീണ ആന, അത് പതിവായി അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ആനയാണ്, അതിനെ പിടികൂടി ഈ വനവാസ മേഖലയിലേക്ക്, ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനത്തിനുള്ളിലേക്ക് മാറ്റണമെന്നുള്ളതായിരുന്നു പ്രധാനമായും ആളുകൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യം. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിനും മറ്റുമായി നാട്ടുകാർ ഉൾപ്പെടെ അതിന്റെ സഹകരണവുമായി എത്തിയിരുന്നത്. പക്ഷെ പിന്നീട് ഈ കനത്ത മഴയുണ്ടായിരുന്നു ഈ മേഖലയിൽ. മഴ പെയ്ത സാഹചര്യത്തിൽ ഒരു സൈഡിൽ കൂടി, ഒരു വശത്തുകൂടി ഈ മണ്ണുമാന്ത യന്ത്രം കൊണ്ടുവന്ന് ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ഈ പുറത്തേക്കെത്തിയ ആന നേരെ ഓടിക്കേറിയത് ജനവാസ മേഖലയിലേക്കായിരുന്നു. ഇതിനെതിരെയാണ് പ്രദേശവാസികൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ പറയുന്നത് ഈ ആന വീണ കിണർ, അത് 10-25ഓളം കുടുംബങ്ങൾ ആ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്, അത് ശുചീകരിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ മയക്കുവെടി വെച്ച് ആനയെ ഇവിടെ നിന്ന് മാറ്റാമെന്നാണ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഉറപ്പ് നൽകിയിരുന്നത്. ഈ ഉറപ്പൊന്നും പാലിക്കാതെ തങ്ങളെ വഞ്ചിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ശരി വിനീത, ഏതായാലും ഇക്കാര്യത്തിലൊക്കെ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും ആ മേഖലയിൽ നിലനിൽക്കുന്നു എന്നതാണ് സ്ഥാനാർത്ഥികൾ പറയുന്നതെന്ന് കാണാം. വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വികസന കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ളവരാണ് ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങളിൽ തുടങ്ങി വൻകിട പദ്ധതികൾ വരെ മണ്ഡലത്തിൽ എത്തിക്കണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ താല്പര്യം. നിലവിൽ ആവശ്യപ്പെട്ട പദ്ധതികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പരാതി നിലവിലെ MP-ക്കുണ്ട്. നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇടതുപക്ഷ മുന്നണി എന്നും പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യം നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ, നമ്മൾ ദീർഘകാലം ചർച്ച ചെയ്ത കാര്യങ്ങൾ, അത് നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വികസന രംഗത്ത് നമ്മുടെ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും. ഈ 7.5 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ കേരളത്തിൽ നല്ല വികസന പ്രവർത്തനം നടന്നുണ്ട്. ആ വികസന പ്രവർത്തനം നടത്താൻ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി കടമെടുത്തിട്ടാണെങ്കിലും വികസന പ്രവർത്തനം നടത്തുക എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെച്ചു. അതുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പല പദ്ധതികളും ഈ സന്ദർഭത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്. നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 7 അസംബ്ലി മണ്ഡലമുണ്ട്. 7 അസംബ്ലി മണ്ഡലത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലുണ്ടാകണം. പിന്നെ മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നല്ലപോലെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ. പിന്നെ ചേലക്കര മണ്ഡലത്തിലെ വികസന രംഗത്തുണ്ടാക്കിയ വലിയ മാറ്റമുണ്ട്.
അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ, അമ്മമാർ, അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. സമൃദ്ധമായിരിക്കുന്ന കുടിവെള്ള പദ്ധതികളാണ് ഞങ്ങൾക്ക് ഇനിയും ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എൻ്റെ മണ്ഡലം 2 ജില്ലകളിലാണ്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വടക്കാഞ്ചേരിയാണ്. ഇപ്പോഴും പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് നെല്ലിയാമ്പതി പോലെ പറമ്പിക്കുളം ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെയാണ്. ആ മെഡിക്കൽ കോളേജ് ഉടനടി ഞങ്ങളുടെ ആവശ്യപ്രകാരം അടിയന്തരമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി പാലക്കാടിൻ്റെ മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുകയുള്ള അതിന് തടസ്സം നിൽക്കുന്ന സർക്കാരുകളുടെ എവിടെയാണ് ആ തടസ്സം, അത് പരിഹരിച്ചുകൊണ്ട് അത് അടിയന്തരമായി തുറന്നു കൊടുക്കുക. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന അമ്മമാർ ഓടി വന്ന് പറയുമ്പോൾ അത്തരം പദ്ധതികൾ ഞങ്ങളുടെ നാടിന് ആവശ്യം. മറ്റ് ടയർ കമ്പനികളിലുമൊക്കെ ദൈനംദിനമായിട്ടുള്ള ജോലിക്ക് പോയി വരുന്ന ആളുകളാണ്, ട്രെയിനിലും ബസ്സിലും അല്ലെങ്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അത്തരം രീതിയിൽ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂലി നന്നായി കൃത്യമായി ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ കൂടി വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന. നമ്മളവിടെ ശരിക്കുള്ള വികസനം തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ബേസിക്കായിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പക്കാർക്കൊന്നും ഇപ്പം കേരളത്തിൽ താമസിക്കാനൊന്നും ഇവിടെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചു വന്നാൽ ഇവിടെ ജോലി കിട്ടില്ല. അപ്പോൾ അവർ പലരും പുറത്തേക്കാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് ബാധിക്കും. അവരവിടെ പോയാൽ അവർക്ക് ജോലി കിട്ടും, പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടി അവരവിടെ തന്നെ അങ്ങോട്ട് കഴിയാനാണ് അവർ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിയില്ല. നമ്മുടെ നാട്ടിൽ ജോലി എവിടെ നിന്നുണ്ടാവും? നമ്മുടെ നാട്ടിൽ ജോലി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വ്യവസായം വരുമോ? അപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികളൊക്കെ ജോലിക്കാരൊക്കെ നമ്മൾ കോയമ്പത്തൂർ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നുണ്ട്. കാരണം അവിടെയാണ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, മെട്രോ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പാലക്കാട്ടേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഉള്ളിലേക്ക് നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് റോഡുകൾ ഒരു പിൽഗ്രിം വികസനം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. റോഡിൻ്റെയൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ആര് അധികാരത്തിൽ വരും, ഇന്ത്യ മുന്നണി എത്രത്തോളം വെല്ലുവിളി ഉയർത്തും? 24 പ്രീ പോൾ സർവേയുടെ 6ാം ദിനമാണ് ഇന്ന്. കാണാം. നമസ്കാരം.